യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ആദ്യം ബേസിക് അറേഞ്ച്മെന്റ് പറഞ്ഞു തരാം. എന്റെ കയ്യിൽ ഒരു കൊഹറന്റ് സോഴ്സ് ഉണ്ടായിരുന്നു. എന്താണ്? ഒരു സോഴ്സ് ആണ്, ഒരു ലൈറ്റ് ആണ്. കൊഹറന്റ് ആയിക്കോട്ടെ ഇൻകൊഹറന്റ് ആയിക്കോട്ടെ, പക്ഷെ ഞാനാണെങ്കിൽ അതിനെ ഒരു സ്ലിറ്റിലൂടെ കടത്തിടാൻ പോവുകയാണ്. ഒരു സോഴ്സ് ആണ്, ഒരു വിടവിലൂടെ കടത്തിടാൻ പോവുകയാണ്. ഞാൻ എസ് എന്ന വിടവിലൂടെ കടത്തി വിട്ടു. ഉറപ്പായിട്ടും വിടവിലൂടെ ലൈറ്റ് ഇങ്ങനെ കടന്നു വരും. വിടവിലൂടെ കടന്നു വരുന്ന ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് എക്സാമ്പിൾ ആണ്? കൊഹറന്റ് സോഴ്സ് ആയിട്ട് മാറും. ആ സോഴ്സിനായിട്ട് മാറും, കൊഹറന്റ് സോഴ്സ് ആയിട്ട് മാറും. സോ ഒരു ഇൻകൊഹറന്റ് സോഴ്സിനെ കൊഹറന്റ് സോഴ്സ് ആയിട്ട് മാറ്റുന്നത് ഇൻകൊഹറന്റ് സോഴ്സ് ആണ്. ഇൻകൊഹറന്റ് സോഴ്സ് ആണ്. എന്താണ്? കൊഹറന്റ് സോഴ്സ് ആണ്. സോ ഒരു ഇൻകൊഹറന്റ് സോഴ്സിനെ കൊഹറന്റ് സോഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എവിടെ കടത്തിട്ടാൽ മതി? വെറുതെ ഒരു വിടവിലൂടെ കടത്തിട്ടാൽ മതി. എന്തായിട്ട് മാറും? കൊഹറന്റ് സോഴ്സ് ആയിട്ട് മാറും. സോ ഇവിടെ ലൈറ്റ് എന്തായിട്ട് മാറി? കൊഹറന്റ് സോഴ്സ് ആയിട്ട് മാറി. സോ ഇനി കൊഹറന്റ് സോഴ്സ് ഉള്ള ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ കുറച്ച് അകലെയാണെങ്കിൽ ഞാനാണെങ്കിൽ 2 സ്ലിറ്റ് വെക്കുകയാണ്. നേരത്തെ എത്ര സ്ലിറ്റ് ഉണ്ടായിരുന്നു? ഒരു സ്ലിറ്റേ ഉള്ളായിരുന്നു. ഇവിടുന്ന് ലൈറ്റ് വന്നു. ഈ കൊഹറന്റ് സോഴ്സ് ലൈറ്റ് ഇങ്ങനെ വരികയാണ്. ഈ ലൈറ്റ് ആണെങ്കിൽ ഇനിയിപ്പോ ഇവിടെ കയറാൻ പോവുകയാണ്. ഈ 2 സ്ലിറ്റിനകത്തൂടെ കടന്നു പോകണം. അങ്ങനെ 2 സ്ലിറ്റിനകത്തൂടെ കടന്നു പോകാൻ പോവാണ്. ഇങ്ങനെ ഇതിലൂടെ വെളിവിൽ വരെയാണ്. ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ കടന്നു വരികയാണ്. ഇതിലൂടെ കടന്നു വരുന്ന ലൈറ്റ് ഇങ്ങനെ വരും. ഇതാണ് S1 എന്ന സ്ലിറ്റ്, ഇത് S2 എന്ന സ്ലിറ്റ് ആണ്. ഈ വിടവിലൂടെ ലൈറ്റ് ഇങ്ങനെ കടന്നു വരും. ഇത് അടുത്ത വിടവാണ്. ഇതിലൂടെ ലൈറ്റ് ഇങ്ങനെയും കടന്നു വരും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, 2 ലൈറ്റ് ബീംസ്, 2 ലൈറ്റ് റേസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർഫറൻസ് വിധേയമാവുന്നുണ്ട്. ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഇന്റർഫറൻസ് കൂടിച്ചേരുന്നുണ്ട്. കണ്ടോ? ഇവിടെയൊക്കെ കൂടിച്ചേരുന്നുണ്ട് ലൈറ്റ്. അപ്പൊ കൂടിച്ചേരുമ്പോൾ അവിടെ എന്തുണ്ടാവാം? ഒന്നുകിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് എങ്കിൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യും? എവിടെയാണോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അവിടെ നല്ലൊരു സ്ക്രീനാണിത്. ഒരു സ്ക്രീനാണ്. എവിടെയാണോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നത് അവിടെ എന്ത് വന്ന് വീഴും? നല്ല ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. എവിടെയാണോ ഡിസ്ട്രക്റ്റീവ് നടക്കുന്നത് അവിടെ എന്തായിരിക്കും? ഡാർക്ക് ആയിരിക്കും. സോ ഇവിടെ അദ്ദേഹത്തിന് നോക്കിയപ്പോൾ, എക്സ്പെരിമെന്റ് നോക്കിയപ്പോൾ മനസ്സിലായി, ഇങ്ങനെ ഒരു ബാൻഡ്, ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നു. ഒരു ഭാഗത്ത് ഡാർക്ക് ബാൻഡ്, വേറൊരു ഭാഗത്ത് ബ്രൈറ്റ് ബാൻഡ്, അങ്ങനെ ഡാർക്ക് ബാൻഡ്, ബ്രൈറ്റ് ബാൻഡ്, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാറ്റേൺ കിട്ടുന്നു. മനസ്സിലായോ? ഈ പാറ്റേൺ വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ് പാറ്റേൺ. ഇന്റർഫറൻസ് പാറ്റേൺ അല്ലെങ്കിൽ ഇന്റർഫറൻസ് ബാൻഡ് എന്നും പറയും. അപ്പൊ അത്രയും മനസ്സിലായോ? അപ്പം ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും വേവ് ആണ്. വേവിന് മാത്രമേ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേവിന് മാത്രമേ ഇങ്ങനെ കൂട്ടിമുട്ടി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന ആർക്കാണ്? റേക്ക് പറ്റുമോ? പറ്റത്തില്ല. വേവിന് മാത്രം പറ്റുന്ന നേച്ചറാണ്. അപ്പൊ ലൈറ്റ് വേവ് ആണ് അദ്ദേഹം പ്രൂവ് ചെയ്തു. അദ്ദേഹം നോക്കുമ്പോൾ ഇങ്ങനെ പാറ്റേൺ വീഴുന്നുണ്ട്. അങ്ങനെ പാറ്റേൺ വീഴുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇന്റർഫറൻസ് വിധേയമായി കാണും. അതുകൊണ്ടായിരിക്കും പാറ്റേൺ വീഴുന്നത്. അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് യങ്സ് പറഞ്ഞു, ഹൈജീൻ പറഞ്ഞൊക്കെ ശരിയാണ്. എന്താണ്? വേവ് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്തു. മനസ്സിലായോ? അപ്പം എന്തിനായിരുന്നു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്? എന്തിനായിരുന്നു? ഹൈജീൻ പറഞ്ഞ പ്രിൻസിപ്പിൾ, ഹൈജീൻസ് പ്രിൻസിപ്പിൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ലൈറ്റ് എന്ത് ചെയ്യും? ഇന്റർഫറൻസിന് വിധേയമാകും, കൂടിച്ചേരുന്നതിന് വിധേയമാകും. അങ്ങനെ എന്തൊക്കെ ഉണ്ടാവാം? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവാം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവാം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ടാവുന്ന മേഖലകളിലെ സ്ക്രീനിൽ എന്ത് പതിക്കും? നല്ല ബ്രൈറ്റ് സ്പോട്ട് പതിക്കും. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ബാൻഡ് കാണും? ഡാർക്ക് ബാൻഡ് കാണും. സോ ബ്രൈറ്റ് ബാൻഡും ഡാർക്ക് ബാൻഡും ഇടകലർന്ന ഒരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ് അദ്ദേഹത്തിന് സ്ക്രീനിൽ കിട്ടിയത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ബാൻഡിന്റെ ആണെങ്കിൽ ഇതൊരു ബാൻഡാണ്. ആ ബാൻഡിന്റെ വിഡ്ത്ത് എത്രയാണ്? ആ ബാൻഡ് വിഡ്ത്തിനെ നമുക്ക് ബീറ്റ നഷ്ടമാണ് സൂചിപ്പിക്കുന്നത്. സോ ഒരു ബാൻഡാണ്. ആ ബാൻഡിന്റെ വിഡ്ത്തിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലുള്ള ഒരേ ഒരു വലിയ ഡെറിവേഷൻ ആണ് ബാൻഡ് വിഡ്ത്ത് ഓഫ് എ ഇന്റർഫറൻസ് പാറ്റേൺ. അപ്പം ഇന്റർഫറൻസ് പാറ്റേണിന്റെ
ബാൻഡ് വിഡ്ത്ത് എത്രയാണ്, ബീറ്റന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിക്കാം. ഇവൻ ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ പടം വരയ്ക്കാനും അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും ശ്രമിക്കുക, അതിനുശേഷം ഡെറിവേഷൻ മനസ്സിലാക്കുക. അപ്പം ഞാൻ ആദ്യം എക്സ്പെരിമെന്റ് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് എന്തുണ്ടായിരുന്നു, ഒരു സോഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, എസ് എന്ന സോഴ്സ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ സ്ലിറ്റ് മാത്രം വരയ്ക്കുകയാണ്. എസ് എന്ന സോഴ്സിനൊക്കെ മാറ്റി വരച്ചിട്ട് ഞാൻ സ്ലിറ്റ് മാത്രം വരയ്ക്കുകയാണ്. ഇതായിരുന്നു നമ്മളുടെ സ്ലിറ്റ്. ഇതൊരു സ്ലിറ്റ് ആയിരുന്നു, ഫസ്റ്റ് സ്ലിറ്റ് ആയിരുന്നു. ഇത് അടുത്ത സ്ലിറ്റ് ആണ്. നമുക്ക് ഇവിടെ തൊട്ടായിരുന്നു നമ്മളെ മെയിൻ കാര്യം തുടങ്ങുന്നത് അല്ലേ. S1 സ്ലിറ്റ് ഉണ്ടായിരുന്നു, S2 സ്ലിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടാണ് മെയിൻ കാര്യം തുടങ്ങുന്നത്. നമുക്കറിയാം ആക്ച്വലി എന്തുണ്ട്, ഒരു സോഴ്സ് ഉണ്ടെന്ന് അറിയാം, ഒരു ഇൻകോഹറന്റ് സോഴ്സ് ഉണ്ട്. അതിനെ കൊഹറന്റ് ആക്കാൻ വേണ്ടി ഒരു സ്ലിറ്റൂടെ കടത്തിവിട്ടു. ഇനിയാണെങ്കിൽ കൊഹറന്റ് ലൈറ്റ് വരാൻ പോവുകയാണ്. ഇനി കൊഹറന്റ് ലൈറ്റ് എന്ത് ചെയ്യും, ഇന്റർഫറൻസ് വിധേയമാകുന്നതിന്റെ ഫലമായിട്ടാണ് ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പം ആക്ച്വലി നമ്മളുടെ ഈ ഒരു കാര്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ഈ ഒരു ഭാഗത്താണ് തുടങ്ങുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് അറിയേണ്ടത്, ആണ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സോഴ്സിന് ലൈറ്റ് ഒരു കൊഹറന്റ് സോഴ്സിന് ലൈറ്റ് വരികയാണ്. സോ ഞാനാണെങ്കിൽ S1 S2 വരച്ചു, S1 S2 വരച്ചിട്ടുണ്ട്. ഇതാണ് S1 S2. ലൈറ്റ് വരികയാണ്. ഞാനാണെങ്കിൽ നേരത്തെ വരച്ചത് എന്താണ്, ഇവിടെ വരച്ചത് വേവ് ഫ്രണ്ടിനെ പറ്റി വരച്ചത്. ഞാൻ ഈ വേവ് ഫ്രണ്ട് അല്ല വരയ്ക്കുന്നത്, വേവ് ലെറ്റ് വരയ്ക്കുകയാണ്. ഇവിടുന്ന് ഒരു വേവ് ലെറ്റ് നേരെ വന്നു, ഇവിടുന്ന് നേരെ വന്നു, ഈ പോലെ എന്തെങ്കിലും കൂട്ടിമുട്ടും, ഇവിടെ ഒരു ബാൻഡ് ഉണ്ടാവും, ഏതാണ്ട് ഒരു ബാൻഡ് ഉണ്ടാവും. എനിക്കറിയത്തില്ല, എന്തെങ്കിലും ബാൻഡ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു കൺസ്ട്രക്റ്റീവ് ബാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ബാൻഡ് ആയിരിക്കും. ഈ ബാൻഡ് ഇവിടെ ഉണ്ടാവണം തീരുമാനിക്കുന്ന ആരാണ്, ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് ആണ്. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡ ആണെങ്കിൽ ഉറപ്പായിട്ടും ആരായിരിക്കും, n ലാംഡ ആണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും, കൺസ്ട്രക്റ്റീവ് ബാൻഡ് ആയിരിക്കും, ഉണ്ടോ, ബ്രൈറ്റ് ബാൻഡ് ആയിരിക്കും. അല്ല ഇവിടെ 2n+1 λ/2 എന്ന ഒരു പാത്ത് ഡിഫറൻസ് ആണ് കിട്ടിയതെങ്കിൽ, ഈ രണ്ട് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ 2n+1 λ/2 എന്ന പാത്ത് ഡിഫറൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എന്തായിരിക്കും, ഡാർക്ക് ബാൻഡ് ആയിരിക്കും. സോ എനിക്ക് മനസ്സിലായി ഇവിടെ ഉറപ്പായിട്ട് ഒരു ബാൻഡ് വീഴും. ഇത് വേവ്ലെറ്റ് ആണ്. ഞാൻ പറഞ്ഞ വേവ്ലെറ്റ് സാധാരണ വരയ്ക്കുന്നത് വേവ് ഇങ്ങനെയായിട്ടാണ് വരയ്ക്കേണ്ടത്. പക്ഷേ ഈ വേവ്ലെറ്റിന്റെ വേവ് ലെങ്ത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ആണോ? ഞാൻ കുറെ കാര്യം കുറച്ച് സ്പീഡിലാണ് പറയണത്. അത് ആക്ച്വലി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടാണ് സ്പീഡിൽ പറയണത്. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഓക്കെ. സോ ഇവിടെയാണെങ്കിൽ നമുക്ക് മനസ്സിലായി, ഇവിടെ രണ്ട് വേവ് ഉണ്ട്. ആ രണ്ട് വേവ് ആണെങ്കിൽ കൂടി ചേർന്ന് ഒരു പോയിന്റ് എന്തുണ്ടായി, ബാൻഡ് ഉണ്ട്. നമുക്ക് ഈ ബാൻഡിനെ പറ്റി ചർച്ച ചെയ്യാൻ പോവാണ്. നോക്കണം, ഇത് നമ്മുടെ സ്ക്രീനാണ്. ഇതാണ് സ്ക്രീൻ. ലൈറ്റ് നേരെ ഇങ്ങോട്ട് വരികയാണ്. ഇവിടുന്ന് നേരെയാണെങ്കിൽ അടുത്ത ലൈറ്റ് വരികയാണ്. ഓക്കെ, സോ ഈ പോയിന്റിലാണെങ്കിൽ അത് കൂടിച്ചേർന്നു. അതായത് പി എന്ന പോയിന്റ് ഉണ്ട്, പി എന്ന പോയിന്റ് കൂടിച്ചേർന്നു. എനിക്ക് ഈ രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള അകലത്തിനെ ഞാനാണെങ്കിൽ ഡി എന്ന് വിളിക്കാൻ പോവാണ്, സ്മോൾ ഡി. ഇത് സ്ലിറ്റ് ആണ്, ഇത് സ്ക്രീനാണ്. സോ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള അകലത്തിനെ ഞാൻ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്മോൾ ഡിയും ക്യാപിറ്റൽ ഡിയും തിരിഞ്ഞു പോരുത്. രണ്ട് സ്ലിറ്റുകൾ തമ്മിലുള്ള അകലമാണ് സ്മോൾ ഡി. ഈ സ്ലിറ്റും അതുപോലെ സ്ക്രീനും, ഇത് സ്ക്രീനാണ്, തമ്മിലുള്ള അകലമാണ് ക്യാപിറ്റൽ ഡി. അങ്ങനെയെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ ചെറിയ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായി ഫുൾ എത്രയാണ്, ഇത് ഫുള്ളും ഡി ആണ്. ഇത് എത്രയായിരിക്കും, അപ്പം d/2 ആണ്. എത്രയാണ്, d/2. ഇത് എത്രയാണ്, അതും d/2. മനസ്സിലാവുണ്ടോ? ഇത് സെന്റർ പോയിന്റ് ആണ്. സെൻട്രൽ പോയിന്റ് നമ്മൾ O എന്ന് വിളിച്ചു. ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും പിയിലേക്കുള്ള അകലമാണ്. ഇവിടെ ഉണ്ടായ ബാൻഡ് വിചാരിച്ചു nth ബാൻഡ് ആണ്. ഫസ്റ്റ് ബാൻഡ്, സെക്കൻഡ് ബാൻഡ്, തേർഡ് ബാൻഡ്. ഇവിടെ ഉണ്ടായ ബാൻഡ് എത്രാമത്തെ ബാൻഡാണ്, nth ബാൻഡ് ആണ്, n-ാമത്തെ ബാൻഡ് ആണ്. ഇവിടെ 0 ഒന്നാമത്തെ ബാൻഡ്, രണ്ടാമത്തെ ബാൻഡ്, മൂന്നാമത്തെ ബാൻഡ്, നാലാമത്തെ ബാൻഡ്, അഞ്ചാമത്തെ ബാൻഡ്, അങ്ങനെ nth ബാൻഡാണ് ഉണ്ടായത്. സോ ഇവിടെ ഉണ്ടായ ബാൻഡാണ് nth ബാൻഡ്.
എനിക്കറിയത്തില്ല എന്ത് ബാൻഡാണ്, ഡാർക്ക് ബാൻഡാണോ ബ്രൈറ്റ് ബാൻഡാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് എൻ നമ്പറാമത്തെ ബാൻഡാണത്, എന്ത് ബാൻഡാണ് എനിക്ക് മനസ്സിലായി. സോ എന്ത് ബാൻഡിലേക്കുള്ള അകലം, ഈ അകലത്തിനെയാണ് ഞാൻ എക്സ് എൻ എന്ന് വിളിക്കുന്നത്. എന്താണ് എക്സ് എൻ എന്ന് പറയുന്നത്? എന്ത് ബാൻഡിലേക്കുള്ള അകലമാണ് എക്സ് എൻ എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. സോ ഞാൻ പേര് കൊടുക്കാൻ പോവാണ്, ഇത് പി ആണ്. ഈ പോയിന്റ് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം, ഈ പോയിന്റ് ബി എന്ന് പേര് കൊടുക്കാം. ഇപ്പൊ എല്ലാ പോയിന്റുകൾക്കും പേരായി. ഇനി നോക്കിയിരിക്കണം, ഞാൻ ഈ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ട്രയാങ്കിൾ S1 AP, ട്രയാങ്കിൾ S1 AP. ട്രയാങ്കിൾ കണ്ടോ? ട്രയാങ്കിൾ S1 AP കണ്ടോ? ഈ ചെറിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പറയാം S1P സ്ക്വയർ, S1P സ്ക്വയർ എന്ന് പറയണത് ഇതെന്താണ്? ഡി ആണ്. സോ ഇത് ഡി ആണ്, ഇത് ഡി, ക്യാപിറ്റൽ ഡി, ഇത്രയും ഡി ആണ്. ഡി സ്ക്വയർ പ്ലസ് ഇതെന്താണ്? ഇത് ഫുൾ എത്രയാണ്? എക്സ് എൻ ആണ്. അത് എത്ര കുറയണം? d/2 കുറയണം. സോ എത്രയാണത്? എക്സ് എൻ മൈനസ് d/2 ആണ്. സോ എക്സ് എൻ മൈനസ് d/2 ദ ഹോൾ സ്ക്വയർ. ഇത് മനസ്സിലായോ? നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താം. S1P സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ, ഞാൻ അതുപോലെ എഴുതി, പ്ലസ് ഇതെന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab, 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ. ഇത് മനസ്സിലായോ? 2 2 ക്യാൻസൽ ആയി. സോ നമുക്ക് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് എക്സ് എൻ സ്ക്വയർ മൈനസ് എക്സ് എൻ ഡി. ഇത് വളരെ ചെറുതാണ്, ഇത് വളരെ വളരെ ചെറുതാണ്. കാര്യം രണ്ട് സ്ലെറ്റുകൾ തമ്മിലുള്ള അകലം വളരെ ചെറുതായിരിക്കും. ആ അകലത്തിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും. ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്. സോ ഡി എന്ന് പറയുന്നത് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ആരെ അവോയ്ഡ് ചെയ്യാം? ഡി സ്ക്വയർ ബൈ 4നെ അവോയ്ഡ് ചെയ്യാം. കണ്ടോ? ഇതിനെ എന്ത് ചെയ്ത് അവോയ്ഡ് ചെയ്യാം. അപ്പം S1P സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെയെങ്കിൽ ഈ വലിയ ട്രയാങ്കിൾ എടുക്കാലോ. ഇനി ഈ വലിയ ട്രയാങ്കിളിന്റെ പേരെന്തുവാണ്? S2BP. കണ്ടോ? വലിയ ട്രയാങ്കിൾ S2B, ട്രയാങ്കിൾ S2BP. സോ വലിയ ട്രയാങ്കിൾ എടുത്തു. നമുക്ക് S2BP, ഈ വലിയ ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെ പറയാം, ഇതിന്റെ സ്ക്വയർ ആരെയാണ്? S2P ദ ഹോൾ സ്ക്വയർ, S2P സ്ക്വയർ. ഇത് എത്രയാണ്? ഇത് ഡി ആണ്. സോ ഡി സ്ക്വയർ പ്ലസ് ഇത് എത്രയാണ്? ഇത് ഫുൾ എത്രയാണ്? ഇത് ഫുൾ എത്രയാണ്? എക്സ് എൻ ആണ്. അതിന്റെ കൂടെ എത്ര കൂട്ടണം? d/2 കൂട്ടണം. സോ ഇവിടെ തൊട്ട് ഇവിടം വരെ എത്ര കിട്ടും നമുക്ക്? ഇവിടെ തൊട്ട് ഇവിടം വരെ എക്സ് എൻ പ്ലസ് d/2 ആണ്. എക്സ് എൻ പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ. ഇത് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. സോ S2P ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടും എ സ്ക്വയർ, അതായത് എക്സ് എൻ സ്ക്വയർ എക്സ് എൻ സ്ക്വയർ പ്ലസ് 2ab. സോ 2 ഇൻറ്റു എക്സ് എൻ d/2 പ്ലസ് ബി സ്ക്വയർ, അതായത് ഡി സ്ക്വയർ ബൈ 4. സോ നമുക്ക് ഇവിടെയും ആരെ അവോയ്ഡ് ചെയ്യാം? ഇതിനെ അവോയ്ഡ് ചെയ്ത് കളയാം. വളരെ ചെറിയ ടൈമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, വളരെ ചെറുതാണ്. സോ അവോയ്ഡ് ചെയ്ത് കളയാം. സോ 2 2 ക്യാൻസൽ ആയി പോയി. സോ നമുക്ക് കിട്ടി S2P ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് എക്സ് എൻ സ്ക്വയർ പ്ലസ് എക്സ് എൻ ഡി എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയായിരുന്നു. ഈ ട്രയാങ്കിൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, ഈ ട്രയാങ്കിൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എനിക്ക് വേണ്ടുന്നത്
ഈ പോയിന്റിൽ ഡാർക്ക് ബാൻഡ് ആണോ ബ്രൈറ്റ് ബാൻഡ് ആണോ എന്ന് ആദ്യം അറിയാം. സോ അതറിയണമെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കണം പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്താണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്? S2P മൈനസ് S1P, അതാണ് പാത്ത് ഡിഫറൻസ്. സോ ഇവിടെ എനിക്ക് S2P ഉണ്ട്, ഇവിടെ എനിക്ക് S2P ഉണ്ട്, ഇവിടെ എനിക്ക് S1P ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷെ സ്ക്വയർ ആണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ക്വയറിനെയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാത്ത് ഡിഫറൻസ് കിട്ടും. സോ ഞാൻ ആദ്യമേ ഇതിനെ എങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് പാത്ത് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഹലോ, ഇത് മനസ്സിലായോ? കട്ടായോ? ഈ പറഞ്ഞെല്ലാം കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ ഓക്കെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റാൻ പോവാണ്. സോ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ മാറ്റി എഴുതാൻ പോവാണ്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് S1P square which is equal to D square plus XN square plus XN minus XND. ശരിയല്ലേ? XND. അടുത്ത ഇക്വേഷൻ ആണ് S2P the whole square which is equal to D square plus XN square plus XND plus XND. ഓക്കെ. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇക്വേഷൻ നമ്പർ 1 ആയിരുന്നു, ഇക്വേഷൻ നമ്പർ 2 ആണ്. എനിക്ക് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിനാ ഞാൻ മൈനസ് ചെയ്യണത്? എനിക്ക് പാത്ത് ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയാണ്. സോ ഞാൻ പറയുകയാണ്, സപ്പോസ് ഇതാണ് ഇക്വേഷൻ നമ്പർ 2. സോ S2P the whole square minus S1P the whole square which is equal to, ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും? മൈനസ്. ഇവിടെ തന്നെ എഴുതാം. D സ്ക്വയർ പ്ലസ് XN സ്ക്വയർ പ്ലസ് XND മൈനസ് D സ്ക്വയർ പ്ലസ് XN സ്ക്വയർ മൈനസ് XND ചെയ്യുമ്പോൾ ഇത് മൈനസ് അകത്തേക്ക് പോകും. മൈനസ് അകത്തേക്ക് പോകും. D സ്ക്വയർ പ്ലസ് XN സ്ക്വയർ പ്ലസ് XND മൈനസ് D സ്ക്വയർ മൈനസ് XN സ്ക്വയർ പ്ലസ് XND എന്ന് കിട്ടും. ഓക്കെ ആണോ? മൈനസ് D സ്ക്വയർ പ്ലസ് D സ്ക്വയറും ക്യാൻസലായി, XN ക്യാൻസലായി. സോ നമുക്ക് കിട്ടും ഈ മൈനസ്, ഓക്കെ, ഈ പ്ലസ് ഇവിടെയും പ്ലസ് ആണ്, അതായത് 2XND എന്ന് കിട്ടും. So S2P square minus S1P the whole square which is equal to 2XND. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഈ എക്സ്പെരിമെന്റിലേക്ക് വരാൻ പോവാണ്. എക്സ്പെരിമെന്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇന്റർഫറൻസ് ബാൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് കരുതുക. ഇന്റർഫറൻസ് ബാൻഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ S1P, S2P ഇത് ഏകദേശം Dക്ക് ഈക്വൽ ആയിരിക്കണം. S1P, S2P ഇത് ഏകദേശം, ഒരിക്കലും കറക്റ്റ് ഈക്വൽ ആവത്തില്ല. കാരണം ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ഒക്കെ 0 ആയി പോകും, നമുക്കറിയാം. സോ S1Pയും S2Pന്റെയും വാല്യൂ ഏകദേശം ആർക്ക് ഈക്വൽ ആയിരിക്കും? Dക്ക് ഈക്വൽ ആയാൽ മാത്രമേ കറക്റ്റ് ഇന്റർഫറൻസ് ബാൻഡ് കിട്ടുമെന്ന് അദ്ദേഹത്തിന് എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്യാൻ കഴിയും. സോ അദ്ദേഹത്തിന് എന്താ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞേ? S1P ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഇത് കറക്റ്റ് ഈക്വൽ ഒന്നല്ല, പോയിന്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ 0 ആയിരുന്നെങ്കിൽ, ഇത് രണ്ട് ഈക്വൽ ആയിരുന്നെങ്കിൽ, S1Pയും S2Pയും ഈക്വൽ ആയിരുന്നെങ്കിൽ ഇതിന്റെ വാല്യൂ 0 ആയി പോയേനെ. അങ്ങനെ 0 ആയി പോകില്ല, ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ്. പിന്നെ എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്, ഉറപ്പായിട്ടും ഏകദേശം ഈക്വൽ ആയിരിക്കും. ആർക്ക് ഈക്വൽ ആയിരിക്കും? ഈസ് ഈക്വൽ ടു Dക്ക് ഈക്വൽ ആയിരിക്കും.
ഇതൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തപ്പോഴാണ് ഇതിന് കറക്റ്റ് ബാൻഡ് ഫോം ചെയ്യുന്നത്. ഇതൊരു പ്രാക്ടിക്കലി അയാൾ കണ്ടുപിടിച്ചപ്പോൾ ചെയ്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ടാണത്. ഈ കാര്യം മനസ്സിലായോ? സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംഷൻ ഒന്നുമല്ല, ഇത് പ്രാക്ടിക്കലി അദ്ദേഹം ചെയ്തപ്പോൾ അതിന് ഈ കാര്യം മനസ്സിലായി. എന്താണ്? ഈ ഡി എന്ന വാല്യൂ ഏകദേശം ആർക്കൊക്കെ ഈക്വൽ ആണ്? S1P S2P ക്ക് ഈക്വൽ ആണ്. നോക്കി, ഇതൊക്കെ ലൈറ്റിന്റെ വേവ് ലെങ്ത് നമ്മളിവിടെ പറയണത് വളരെ ചെറിയ അകലമാണ്. ഇത് വളരെ കിലോമീറ്റർ മാറ്റി വെച്ചാൽ കിട്ടുന്ന സാധനമൊന്നുമല്ല. വളരെ ചെറിയ ചെറിയ നാനോമീറ്റർ, മില്ലിമീറ്ററിലൊക്കെ മൈക്രോമീറ്ററിലൊക്കെയാണ് ഈ ഡിസ്റ്റൻസ് എല്ലാം അളക്കുന്നത്. വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് ഇതെല്ലാം. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായി S2P എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? S1P ക്ക് ഏകദേശം ഈക്വൽ ആണ്. അത് ആർക്ക് ഈക്വൽ ആണ്? D ക്ക് ഈക്വൽ ആണ്. ഈ എക്സ്പെരിമെന്റ് നമ്മൾ ഈ ഒരു സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകാൻ പോവാണ്. ഈ സാധനം എന്താണ്? A² - B² ആണ് അല്ലേ? A² - B². എന്നാണ് A + B × A - B ആണ്. സോ S2P + S1P A + B × A - B. S2P - S1P which is equal to 2xD. ഓക്കെ ആണോ? പക്ഷെ എനിക്കറിയാം S2P എന്ന് പറയുന്നത് ഏകദേശം ആർക്ക് ഈക്വൽ ആണ്? S1P ക്ക് ഈക്വൽ ആണ്. അത് ആർക്ക് ഈക്വൽ ആണ്? അത് D ക്ക് ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് ഈ S2P പകരം D എന്ന് പറയാം, ഇതിന് പകരം D എന്ന് പറയാം, S1P ക്ക് പകരം D എന്ന് പറയാം. സോ എന്താണ്? ഇത് 2D ആണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്താണ്? ഇതൊരിക്കലും പറയും ഇത് D ആണ്, ഇത് D ആണ്, D - D 0 എന്ന് പറയരുത്. കാര്യം ഇതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇത് പാത്ത് ഡിഫറൻസ് ആണ്. എന്താണ്? പാത്ത് ഡിഫറൻസ് ആണ്. ഓക്കെ ആണോ? വളരെ ചെറിയൊരു വാല്യൂ ആണ്. വളരെ ചെറിയ വാല്യൂ ആണ്. 0ക്ക് അടുത്തൊരു വാല്യൂ ആണ്. പക്ഷെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണ്? പാത്ത് ഡിഫറൻസ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 2 × XND. എനിക്ക് ഉറപ്പുണ്ട് ഇത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. കാര്യം ഇത് D എന്ന് ഞാൻ പറഞ്ഞു, ഇത് D എന്ന് പറഞ്ഞു. സോ ഇതും D ആണ്. ഇതിന്റെ വാല്യൂ 0 ആണ്. സമ്മതിച്ചത് 0ക്ക് ഏറ്റവും അടുത്തൊരു വാല്യൂ ആണ്. ഒരു വളരെ ചെറിയൊരു വാല്യൂ ആണ്. പക്ഷെ ഇതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? പാത്ത് ഡിഫറൻസ് ആണ്. സോ എന്ത് മനസ്സിലായി എനിക്ക്? 2D × പാത്ത് ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 2xD ആണ്. 2 × 2 ഉറപ്പാണെങ്കിൽ ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് കിട്ടി പാത്ത് ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു കിട്ടി XND/D. സോ പാത്ത് ഡിഫറൻസിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. സോ ഇത്രയും ചെയ്തതിൽ നമുക്ക് കിട്ടിയത് എന്താണ്? പാത്ത് ഡിഫറൻസിന്റെ വാല്യൂ. ഓക്കെ, ഇനി ഞാൻ ഒരു അസംഷൻ എടുക്കാൻ പോവാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു അസംഷൻ ആണ്. സപ്പോസ് ആ പോയിന്റ് P എന്ന പോയിന്റിൽ, ഈ P എന്ന പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടക്കുന്നത് കരുതുക. ഇവിടെ എന്താണ് നടക്കുന്നത് കരുതുക? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നതെന്ന് കരുതുക. ഏത് പോയിന്റിലാണ്? ഹലോ, പോയിന്റ് P. ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ പോയിന്റ് P യിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നടക്കുന്നത് കരുതുക. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ പോയിന്റ് P എന്തായിരിക്കും? സപ്പോസ് അല്ലെങ്കിൽ കൺസിഡർ പോയിന്റ് P ഹാസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അതായത് പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? n ആയിരിക്കും. പക്ഷെ നമുക്ക് കിട്ടിയ പാത്ത് ഡിഫറൻസ് എത്രയായിരുന്നു? നമുക്ക് ഇവിടെ കിട്ടിയ പാത്ത് ഡിഫറൻസ് എത്രയാണ്? XND/D ആണ്. സോ XN നോക്കണം, സ്മോൾ d മുകളിൽ ക്യാപിറ്റൽ D താഴെയാണ്. സ്മോൾ d മുകളിൽ ക്യാപിറ്റൽ D താഴെയാണ്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. സോ n λ which is equal to XND/D ആണ്. നമുക്ക് xn കണ്ടുപിടിക്കാം. xn which is equal to n λ ക്യാപിറ്റൽ D divided by small d. നമുക്ക് ആരെ കിട്ടി? xn കിട്ടി. എന്താണ് xn എന്ന് പറയുന്നത്? xn എന്ന് പറയുന്നത് ഇതായിരുന്നു. ഒറിജിനിൽ നിന്നും എന്ത് ബാൻഡിലേക്കുള്ള അകലമാണ് xn എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ ബാൻഡ് വരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ഒറിജിൻ ആയിരുന്നു.
ഇത് nth ബാൻഡാണ്. ഇത് അടുത്ത ബാൻഡാണ്. സോ ഇത് nth ബാൻഡ്, ഇത് n+1 ബാൻഡ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള അകലമാണ് xn എന്ന് പറയുന്നത്. ഇത് 0 അല്ലെങ്കിൽ O, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അകലമാണ് xn എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ബാൻഡിന്റെ വിഡ്ത്ത് ആണ്. എനിക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ബീറ്റയുടെ വാല്യൂ ആണ്, ബാൻഡ് വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇതിന്റെ വാല്യൂ എനിക്കറിയാം. അപ്പോൾ ഞാൻ അടുത്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ ഡിസ്റ്റൻസ് ഇത് അടുത്ത ബാൻഡിലേക്കുള്ള അകലമാണ്. ഉണ്ടാവും. ഇത് nth ബാൻഡിലേക്കുള്ള അകലമാണ് xn എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ബാൻഡ് അതായിരിക്കും xn+1. xn+1ലേക്കുള്ള അകലം കണ്ടുപിടിക്കാൻ പോകും. കണ്ടുപിടിക്കും ഈക്വേഷൻ ഉപയോഗിക്കാം. xn+1 which is equal to n പകരം പറയണം n+1. ഉണ്ടോ? n പകരം എന്ത് പറഞ്ഞു ഇവിടെ? നമ്മൾ n+1 എന്ന് പറഞ്ഞു. ലാംഡ ഞാൻ അതുപോലെ എഴുതി, അതിന് മാറ്റമില്ല. ക്യാപിറ്റൽ ഡിക്ക് മാറ്റമില്ല, സ്മോൾ ഡിക്ക് മാറ്റമില്ല. സോ ഇതാണ് n+1 ബാൻഡിലേക്കുള്ള അകലം. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ലാംഡ അകത്തെ കൊണ്ടുവരുമ്പോൾ n ലാംഡ d ബൈ d പ്ലസ് ലാംഡ d ബൈ d എന്ന് കിട്ടും. അകത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇത് മനസ്സിലായോ? സോ ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ബാൻഡ് വിഡ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു ഈ അകലം, അതായത് xn+1 മൈനസ് xn ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു n+1 എത്രയാണ്? ഇതാണ് n+1. n ലാംഡ d ബൈ d മൈനസ് പ്ലസ് ലാംഡ d ബൈ d. ഇതാണ് xn എന്ന് പറയുന്നത്. മൈനസ് ഞാൻ മൈനസ് ചെയ്യണം, xn മൈനസ് ചെയ്യണം. അതായത് n ലാംഡ d ബൈ d മൈനസ് ചെയ്യണം. സോ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് ബാൻഡ് വിഡ്ത്ത് കിട്ടും. ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ d ബൈ d എന്ന് കിട്ടും. ഓക്കെ ആണോ?